SDPI നേതാവ് ഷാൻ കൊലക്കേസിലെ 4 പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. RSS BJP പ്രവർത്തകരായ പ്രതികളുടെ ജാമ്യമാണ് റദ്ദാക്കിയിരിക്കുന്നത്. എബി ജോൺ തോമസ് ചേരുന്നു. SDPI നേതാവ് ഷാൻ കൊലക്കേസിലെ 4 പ്രതികളുടെയും ജാമ്യം, അതും പ്രത്യേകിച്ച് RSS BJP പ്രവർത്തകരായ പ്രതികളുടെ ജാമ്യം റദ്ദാക്കുന്നു. എന്തൊക്കെയാണ് അതിന് കാരണമായിട്ട് കോടതി പറയുന്നത്? ഇത് സർക്കാർ നൽകിയിട്ടുള്ള ഹർജിയിലാണ് ഇത്തരത്തിലൊരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ പ്രതികൾക്ക് ജാമ്യം നൽകിക്കൊണ്ട് വിചാരണ കോടതി തന്നെ ഒരു തീരുമാനമെടുത്തിരുന്നു. അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാർ സമീപിക്കുകയായിരുന്നു, മുഗൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ മേൽക്കോടതിയിൽ നിന്നും ഇങ്ങനെയൊരു വിധി ഉണ്ടായിരിക്കുന്നത്. ഈ 4 പേരുടെ ജാമ്യം റദ്ദാക്കുന്ന നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. സെഷൻസ് കോടതിയാണ് പ്രതികൾക്ക് നേരത്തെ ജാമ്യം നൽകിയത്. ഇതിനെതിരെയാണ് സർക്കാർ ഉത്തരവുമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ 5 പേരുടെ ജാമ്യത്തിൽ അതിൽ കോടതി ഇടപെട്ടില്ല എന്നതും ശ്രദ്ധേയമായിട്ടൊരു കാര്യമാണ്. ഒപ്പം ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ ജാമ്യമാണ് കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. 2021 ഈ ഡിസംബർ 18 തീയതി 2021 ഡിസംബർ 18 തീയതിയാണ് ഷാൻ കൊല്ലപ്പെടുന്നത്. അതിനു മുമ്പും അവിടെ ഒരു കൊലപാതകം, ഒരു RSS പ്രവർത്തകന്റെ കൊലപാതകം ഉണ്ടായിരുന്നു. അന്ന് SDPI പ്രവർത്തകരാണ് അന്ന് അത്തരത്തിലൊരു കൊലപാതകം നടത്തിയത്. RSS പ്രവർത്തകനായിട്ടുള്ള നന്ദുവിന്റെ കൊലപാതകം നടന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പകപോക്കൽ കൊലപാതകം അവിടെ നടക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇത്തരത്തിൽ കൊലപാതകങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് തുടർച്ചയായിട്ടുള്ള മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കൊലപാതകങ്ങളുടെ ഒരു തുടർച്ച അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ആളുകൾ ഭീതി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം പോലും ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഷാനെ സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് സ്കൂട്ടറിനെ കാർ ഇടിച്ച് വീഴ്ത്തി അതിനുശേഷം അവിടെ വഴിയിലിട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് ആ കേസ് എന്ന് പറയുന്നത്. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ RSS പ്രവർത്തകനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം കൂടി അവിടെ എന്തായാലും ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സെഷൻസ് കോടതി പ്രതികൾക്ക് ജാമ്യം നൽകിയിരുന്നു. ഈ 90 ദിവസത്തിന് മുമ്പ് തന്നെ കുറ്റപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കാൻ പോലീസിന് സാധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കോടതി അന്നവർക്ക് ജാമ്യം അനുവദിക്കുന്ന ഒരു നില എടുക്കുകയായിരുന്നു. പക്ഷേ അതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഹൈക്കോടതി സമീപിക്കുന്ന നിലയുണ്ടാവുകയും അതിൽ ഈ കുറ്റകൃത്യത്തിൽ, അതായത് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള 4 പേരുടെ ജാമ്യം, അത് അവർ RSS BJP പ്രവർത്തകരാണ്, അവരുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ RSS BJP പ്രവർത്തകരായിട്ടുള്ള പ്രതികൾ ജാമ്യത്തിലാണ്. സ്വാഭാവികമായിട്ടും അവരെ ഉടൻ തന്നെ കണ്ടെത്തിയിട്ട് ജാമ്യം റദ്ദാക്കിയ സ്ഥിതിക്ക് ജയിലിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി അടിയന്തരമായിട്ട് പോകേണ്ടതല്ലേ? തീർച്ചയായും ആ നടപടികളാണ് ഇനിയിപ്പോൾ. അത് പോലീസിന് നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മമാണ്. അതവർ പോലീസിന് ആ ഒരു നിർദ്ദേശം, എന്തായാലും ഈ ജാമ്യം സ്വാഭാവികമായിട്ടും റദ്ദാക്കപ്പെടുന്ന സാഹചര്യത്തിൽ പിന്നീട് അത് അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ്. മുൻകൂർ ഇവർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള സെഷൻസ് കോടതിയുടെ ഉത്തരവ് അത് റദ്ദാക്കിക്കൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ അവർ ഈ ജാമ്യത്തിന് ഇനിയിപ്പോൾ അവർ അർഹരല്ല. അതുകൊണ്ട് തന്നെ തുടർ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തായാലും ഉടൻ തന്നെ ഉണ്ടാകും. ഇവർ എവിടെയാണ് എന്നുള്ളത് ഒരുപക്ഷെ ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഒരുപക്ഷെ പോലീസ് അവരെ ലൊക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടി ഉണ്ട്. അവർ പോലീസിന്റെ ഒരുപക്ഷെ നിരീക്ഷണത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവരെ ജയിലിലേക്ക് എത്തിക്കുന്ന നടപടികൾ പോലീസ് അതിവേഗം തന്നെ ചെയ്യും. ശരി, എബി ജോൺ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഓർക്കുക, 3 വർഷം മുമ്പ് ഡിസംബർ മാസം 2021 ഡിസംബർ മാസം 18 തീയതി അന്ന് മണ്ണഞ്ചേരി പൊന്നാട് റോഡിൽ കുപ്പേഴം ജംഗ്ഷനിൽ നിന്ന് വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്നു ഷാൻ, SDPI നേതാവ് ഷാൻ. ആ ഷാനിനെ പിന്നിൽ നിന്ന് എത്തിയ കാർ ഇടിച്ചു വീഴ്ത്തിയ ശേഷം 5 അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഓർക്കുക, ഷാൻ കൊലക്കേസിന്റെ പ്രതികാരമായിട്ട് BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടിരുന്നു. ആ കേസിൽ പ്രതികൾക്ക് മുഴുവൻ വധശിക്ഷ വിധിച്ചിരുന്ന കാര്യം ഓർക്കുക. ഷാൻ കൊലക്കേസിന്റെ വിചാരണ ഇനിയും ആരംഭിച്ചിട്ടില്ല. SDPIയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് KS ഷാൻ കൊലക്കേസിലെ പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. പ്രോസിക്യൂഷന്റെ അപേക്ഷ തള്ളിയ സെഷൻസ് കോടതിയുടെ നടപടിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ്. എബി ജോൺ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. RSS BJP പ്രവർത്തകരായ 10 പേരാണ് കേസിലെ പ്രതികൾ. 1.5 വർഷമായിട്ട് ഈ പ്രതികൾ ജാമ്യത്തിൽ കഴിഞ്ഞു വരികയാണ്. ഇതേ തുടർന്ന് കോടതിയുടെ ഈ ജാമ്യം റദ്ദാക്കലിനെ തുടർന്ന് ഇവരെ വീണ്ടും ജയിലിലേക്ക് എത്തിക്കേണ്ട
കടമയാണ് ഇനി പോലീസിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. നേരത്തെ ചട്ടങ്ങൾ ലംഘിച്ചാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് എന്ന് കാണിച്ചുകൊണ്ട് ആണ് പ്രോസിക്യൂഷൻ സെഷൻസ് കോടതിയെ സമീപിച്ചത്. എന്നാൽ ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി 3 ജഡ്ജി റോയി വർഗീസ് ഈ വാദം അംഗീകരിക്കാതെ അപേക്ഷ തള്ളുകയായിരുന്നു. ജാമ്യം റദ്ദാക്കൽ അപേക്ഷ അഡീഷണൽ സെഷൻസ് കോടതിയിലല്ല ഹൈക്കോടതിയിലാണ് സമർപ്പിക്കേണ്ടത് എന്നാണ് പ്രതികളുടെ അഭിഭാഷകൻ വാദിച്ചത്. ഇതോടെയാണ് കേസ് ഹൈക്കോടതിയിലെത്തിയത്. RSS BJP പ്രവർത്തകരായ പ്രതികൾക്ക് ചട്ടങ്ങൾ ലംഘിച്ചാണ് ജാമ്യം അനുവദിച്ചത് എന്നാണ് പ്രോസിക്യൂട്ടർ വാദിച്ചത്. കുറ്റപത്രം മടക്കണം എന്ന് പ്രതികളുടെ ആവശ്യമുണ്ടായിരുന്നു. ആ ആവശ്യം കോടതി നേരത്തെ തന്നെ തള്ളിയിരുന്നു. ഓർക്കുക, 2021 ഡിസംബർ 18 നടന്ന ആ കൊലക്കേസിലെ ഇപ്പോഴത്തെ കോടതിയുടെ വിധി പ്രതികളുടെ ജാമ്യം റദ്ദാക്കിക്കൊണ്ടാണ്. എബി ജോൺ തോമസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.